കറുപ്പുമുളപ്പിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നിലമ്പൂർ ഇലക്ഷൻ്റെ റിസൾട്ട് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ദിവസമാണ്. നിലമ്പൂരെ പറ്റി നമ്മൾ നിലമ്പൂർ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക കൊടുത്ത് തുടങ്ങിയ തൊട്ട് നമ്മൾ 3 വീഡിയോ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഒന്ന് നിങ്ങൾ പടച്ചോനെ നിങ്ങൾ കാത്തോളി, അത് നമ്മുടെ സ്വരാജിനെ പറ്റിയിട്ടും കാണിച്ചിട്ടാണ്, ഒരു ബലിയാടിനെ കാണിച്ചിട്ടാണ് ചെയ്തത്. അത് ബക്രീദ് പ്രമാണിച്ച് പിണറായി നിലമ്പൂരിന് കൊടുത്ത ബലിയാടാണെന്ന് സങ്കല്പിച്ചിട്ട് തന്നെയാണ് ആ വീഡിയോ ചെയ്തത്. അടുത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നത് സ്വരാജ്യത്തിൽ സ്വരാജ് എന്നാണ്. സ്വന്തം മണ്ഡലത്തിൽ സ്വരാജ് പോകുന്നത് എന്തിനാണെന്നും അത് സ്വരാജ് തനിയാണെന്നും അത് സ്വരാജിൻ്റെ കരിയറിൻ്റെ അവസാനത്തിലേക്കുള്ള പോക്കാണെന്നും നമ്മൾ വീണ്ടും അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അവിടെ നമുക്കറിയായിരുന്നു ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്ത് 10,000 വോട്ടിനെങ്കിലും ജയിക്കുമെന്നൊരു ഉറപ്പ് നമുക്ക് അപ്പോഴും ഉണ്ടായിരുന്നു. ഇപ്പോൾ റിസൾട്ട് വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അത് തന്നെയാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞ് അടുത്ത വീഡിയോ നമ്മൾ കാണിക്കുന്നത് ശ്രീ NK പ്രേമചന്ദ്രൻ MP-ക്കുള്ള മറുപടിയാണ്. അദ്ദേഹം ഈ ഒരു തള്ളിമറിപ്പിൻ്റെ ആശാനാണ്. RSP കൊണ്ടാണ് ഇവിടെ എല്ലാം നടന്നത്. പുള്ളിക്കാരൻ്റെ വാദമുഖങ്ങളെ വളരെ ശക്തമായ രീതിയിൽ അവതരിപ്പിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അത് പലപ്പോഴും പുള്ളിക്കാരന് ഗുണമായിട്ട് വന്നിട്ടുണ്ട്. എന്നാലും പുള്ളിക്കാരൻ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി നമുക്ക് പറയേണ്ടതുണ്ടായിരുന്നതുകൊണ്ടാണ് മറുപടി പറഞ്ഞത്. എന്തായാലും ആര്യാടൻ ഷൗക്കത്ത് 1ാം സ്ഥാനത്തും സ്വരാജ് 2ാം സ്ഥാനത്തും അൻവർ 3ാം സ്ഥാനത്തും 4ാം സ്ഥാനത്ത് BJP എത്തിയത് തന്നെ അവർക്ക് ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി അവിടെ നിർത്തേണ്ട ഒരാവശ്യമില്ലായിരുന്നു എന്നുള്ള അവരുടെ ആദ്യത്തെ നിലപാടിനുള്ള സാധൂകരണമാണ്. ഇനി ഈ വീഡിയോയിൽ നിങ്ങൾ തുടർച്ചയായിട്ട് കാണുക. ഇത് കൂടാതെ നമ്മൾ ഒരു ആൻറ്റി പിണറായി ചാനലായിട്ട് നമ്മൾ പൊതുവെ കണക്കാക്കുന്ന ഒരു ചാനലാണ് ക്രൈമിനകത്ത് വന്നിരുന്ന ഒരാൾ തള്ളിമറിക്കുന്നുണ്ട്. ഏകദേശം എത്ര 1000 വോട്ടിന് സ്വരാജ് ജയിച്ചു കഴിഞ്ഞു, 3164 വോട്ടിന് ജയിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നന്ദി, നമസ്കാരം. കറുപ്പ് വെളുപ്പിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുകയാണ്. ഇലക്ഷൻ കാലം നമുക്കെല്ലാം ഉത്സവകാലം പോലെയാണല്ലോ. നമുക്ക് ഓരോരോ സ്ഥാനാർത്ഥികളായിട്ട് നമുക്ക് പരിചയപ്പെടാം. ആദ്യം ഡിക്ലെയർ ചെയ്ത സ്ഥാനാർത്ഥി ശ്രീ ആര്യാടൻ ഷൗക്കത്താണ്. അദ്ദേഹം നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നു എന്ന് പറയുന്നു. ഒരു തീരുമാനമായിട്ടില്ല. അതുകൊണ്ട് ചിലപ്പോൾ അൻവറുമായിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ്ങിനുള്ള സാധ്യത ഈ 5-ാം തീയതി വരെയുണ്ട്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നത് വരെയുണ്ട്. കാര്യം തൃണമൂൽ കോൺഗ്രസിന് ബംഗാളിലെ കോൺഗ്രസുമായിട്ട് ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അവർ തമ്മിൽ ചില ചർച്ചകൾക്കൊക്കെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ചിലരൊക്കെ ഈ തലയിൽ മുണ്ടൊക്കെ ഇട്ട് രാത്രി വീട്ടിൽ പോയത്, പിന്നെ ഓതറയിൽ പോയത്. അപ്പോൾ അത് വരട്ടെ.